ഗാസയിൽ നിന്നും പലസ്തീനുകളെ ആഫ്രിക്കയിൽ ഇരുണ്ട രാജ്യങ്ങളിലേക്ക് മാറ്റുന്നു എന്ന നടുക്കുന്ന ബ്രേക്കിംഗ് റിപ്പോർട്ടുകൾ വരികയാണ്. ഇപ്പോൾ ഒരു വികസിത രാജ്യത്തിന്റെയും വികസിത സംസ്കാരത്തിന്റെയും ചൂടും ചൂരുമേറ്റ് സമ്പന്നമായി കഴിഞ്ഞ ഗാസയിലെ ജനങ്ങൾ ഇനി ആഫ്രിക്കയിലെ ഇരുണ്ട യാഥാർത്ഥ്യങ്ങളിലേക്കും മറ്റൊരു നരകത്തിലേക്കും പോകുമ്പോൾ ബൈബിളിലെ ഒരു ചരിത്രത്തിന്റെ ആവർത്തനം കൂടി നടക്കുകയാണ്. ഇസ്രായേൽ ജനതയുടെ പലായനമാണത്. ഈജിപ്തിലെ ഫറാവോമാരിൽ ഒരാൾ ഇസ്രായേൽ ജനങ്ങളെ അടിമകളായി പീഡിപ്പിക്കപ്പെട്ട ഇസ്രായേൽ ജനം തങ്ങളുടെ മാതൃദേശമായ കാനാനിലേക്ക് നടത്തിയ 40 സംവത്സരങ്ങൾ നീണ്ട പുറപ്പാട് യാത്രയാണ്. പ്രവാചകനായ മോശയായിരുന്നു നയിച്ചത്. മരുഭൂമിയിലെ വർഷങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ കാനാൻ ദേശത്തെത്തി. ജോഷുവയുടെ നേതൃത്വത്തിൽ അവിടം കീഴടക്കി താമസം ഉറപ്പിച്ചു. 12 ഗോത്രങ്ങളായി ഭൂമി പങ്കിടുകയും ചെയ്തു. അങ്ങനെ വാഗ്ദാനം കിട്ടിയ ഭൂമിയാണ് ജൂതരെ സംബന്ധിച്ച് ഗാസ. എന്നാൽ അന്ന് ഇസ്രായേൽ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കാണ് വന്നതെങ്കിൽ ഇന്നത്തെ ഗാസാവാസികൾ പോകുന്ന ആഫ്രിക്ക പാലിനും തേനിനും പകരം പട്ടിണിയും ദുരിതങ്ങളും നിറഞ്ഞ മറുഭൂപ്രദേശത്തേക്ക് എന്നേ മാറ്റമുള്ളൂ. എന്താകും ഇസ്രായേലിന്റെ ഗാസ യുദ്ധത്തിന്റെ 2ാം വാർഷികം അടുക്കുമ്പോൾ സംഭവിക്കുക? ഇത് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു തന്നെ പങ്കുവയ്ക്കുകയാണ്. ഗാസ മുനമ്പിൽ നിന്നുള്ള പലസ്തീനികളുടെ യാത്ര നെതന്യാഹു തന്നെ വ്യക്തമാക്കി. ഗാസക്കാരെ ഗാസയിൽ നിന്നും പുറത്തേക്ക് വിടുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു ഉന്നതതല യോഗം നടത്തുകയാണെന്ന് പങ്കെടുത്തവരിൽ ഒരാൾ തന്നെ ഇപ്പോൾ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. ഒക്ടോബർ മാസത്തോടെ ഗാസ നിവാസികൾക്ക് രാജ്യം വിടാൻ അനുവദിക്കുന്ന പദ്ധതിയെക്കുറിച്ച് ഫോറം ചർച്ച ചെയ്യുന്നുണ്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച ഇമെയിൽ സന്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഗാസയിലെ പലസ്തീനുകളെ അയക്കാനാണ് പദ്ധതി. 6ഓളം ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇസ്രായേൽ നടത്തി വരികയാണ്. ആഫ്രിക്കയിൽ ഗാസക്കാർ എത്തിയാൽ മേലനങ്ങാതെ ജീവിക്കാനാകില്ല. കാരണം എല്ലുമുറിയ ഖനികളിലും കൃഷിയിടത്തിലും ചെറിയ കൂലിക്ക് പണി ചെയ്യണം. ജോലി ചെയ്തില്ലെങ്കിൽ പട്ടിണിയുമാകും. ആരും സഹായത്തിനും ഉണ്ടാകില്ല. ഹമാസ് പോലും ഉണ്ടാകില്ല ആ സമയത്ത് സഹായിക്കാൻ. സമ്പാദിക്കുന്ന പണം കൊണ്ട് ഇസ്രായേലിലേക്ക് മിസൈൽ അയക്കാനുമാകില്ല. കാരണം ഇസ്രായേലിൽ നിന്നും അനേകായിരം മതിലുകൾക്കപ്പുറത്തേക്കാണ് അപകടകാരികൾ എന്ന് ജൂതർ പറയുന്ന പലസ്തീനികളെ കുടിയിരുത്തുന്നത്. എന്തായാലും 2023 ഒക്ടോബറിൽ പലസ്തീൻ ഭീകരരായ ഗാസക്കാർ ഇസ്രായേലിൽ നടത്തിയ ഭീകരാക്രമണമാണ് എല്ലാറ്റിനും കാരണമെന്ന് ഭീകരാക്രമണം നടത്തിയപ്പോൾ കേരളത്തിൽ അടക്കം ചിരിച്ചവർ ആരും ഇപ്പോൾ സഹായത്തിനില്ല. ആകെ സഹായമായിരുന്നു ഖത്തറിലും ഇസ്രായേൽ ആക്രമണം നടത്തി. ഹമാസിന്റെ കൂട്ടുകെട്ടായിരുന്നു ലബനൻ, യമൻ, ഇറാൻ. ഇവരെ എല്ലാം തകർത്തു. അതായത് എല്ലാം ഒക്ടോബർ 7 ഹമാസും കൂട്ടാളികളും വരുത്തിവെച്ച ദുരന്തം തന്നെ. ഈ ഒരു പലസ്തീനികളെ അട്ടിയോടിക്കൽ ഇറാനും ഖത്തറിനും ഒഴിവാക്കാമായിരുന്നു. ഇസ്രായേലിൽ നിന്നും ഭീകരന്മാർ തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ വിട്ടയച്ചു നൽകിയിരുന്നുവെങ്കിൽ ഇസ്രായേലിന്റെ യുദ്ധം ലോകം മുഴുവനും അംഗീകരിക്കുന്നതും അതിനാൽ തന്നെയാണ്. ഭീകരാക്രമണം ഉണ്ടായ ഗാസയിൽ തിരിച്ചടിക്കുകയാണ്. ബന്ദികളെ കൊണ്ടുപോയി ഗാസയിലേക്ക് യുദ്ധം ചെയ്യുന്നു. അതിനാൽ തന്നെ ഇസ്രായേലിന്റെ യുദ്ധത്തെ ലോകത്ത് പലരും അംഗീകരിക്കുകയാണ്. എന്തായാലും പണക്കാരായും ധനികരായും മേലനങ്ങാതെ ജീവിച്ച ഇസ്രായേലിലേക്ക് മിസൈൽ വിട്ട് കളിച്ച ഗാസക്കാർ ഇനി ഓർമ്മകൾ മാത്രമായിരിക്കുമെന്ന സന്ദേശം ഇസ്രായേൽ നൽകുകയാണ്. ആക്രമണത്തെ എന്നേക്കുമായി അവസാനിപ്പിക്കാനാണ് ഇസ്രായേൽ പദ്ധതിയും. ചാനൽ 13 റിപ്പോർട്ട് അനുസരിച്ച് യുദ്ധക്കെടുതിയിൽ തകർന്ന ഗാസ നിവാസികൾക്ക് അടുത്ത മാസം മുതൽ വ്യോമമാർഗവും കടൽ മാർഗവും വിട്ടുപോകാൻ കഴിയുന്ന ഒരു പദ്ധതി പ്രതിരോധ സ്ഥാപനം അവതരിപ്പിച്ചിട്ടുണ്ട്. ഗാസ നിവാസികളെ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് ഇസ്രായേൽ നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്തി വരികയാണെന്നും എന്നാൽ ഒരു കരാറിലും എത്തിയിട്ടില്ല എന്നും പ്രതിരോധ വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു. വിനാശകരമായ യുദ്ധത്തിനിടയിൽ ഈ നയം മുന്നോട്ട് കൊണ്ടുപോകുന്ന പലരും ഗാസയിൽ നിന്ന് പലസ്തീനികളെ വംശീയമായി തുടച്ചു നീക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഇസ്രായേലിനെതിരെ വിമർശകർ ആരോപിക്കുകയാണ്. കാരണം അവർ എൻക്ലേവിൽ ഇസ്രായേലി കുടിയേറ്റങ്ങൾ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനാൽ ഗാസയിൽ നിന്ന് പലസ്തീനികളെ വംശീയമായി തുടച്ചു നീക്കാൻ ശ്രമിക്കുന്നു എന്നാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.